ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വരാനിരിക്കുന്ന ബജറ്റിൽ പൊതുജനങ്ങളിലും വ്യാപാരികളെയും അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കരുതെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനിലാണ് വ്യാപാരികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. 5 ലക്ഷത്തോളം കുടുംബാംഗങ്ങളുടെ ആശ്രയമായ സ്വർണ്ണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ബജറ്റിലുണ്ടാകണം. ഒപ്പം വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടായി നേരിടുന്ന വാറ്റ് കുടിശ്ശിക എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടെ രാജ്യത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. പരമ്പരാഗത മേഖലയേക്കാൾ വലിയ ബിസിനസ്സാണ് ഇപ്പോൾ സമാന്തര മേഖലയിൽ നടക്കുന്നത്. എന്നാൽ GST ഉദ്യോഗസ്ഥർ സമാന്തര മേഖലയെ തൊടാതെ പരമ്പരാഗത വ്യാപാരികളെ മാത്രം ലക്ഷ്യമിട്ട് പരിശോധന നടത്തുകയാണെന്നും കൺവെൻഷൻ കുറ്റപ്പെടുത്തി. ഹാൾമാർക്കിംഗ് സംവിധാനത്തിലൂടെ കൃത്യമായ ട്രാക്കിംഗ് നടക്കുന്നതിനാൽ രജിസ്റ്റർ ചെയ്ത വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നികുതി വെട്ടിപ്പും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ബജറ്റിൽ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. M. മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ അസീസ് വെള്ളത്തൂർ, M. ജയപ്രകാശ്, സിദ്ദീഖ് വൈലത്തൂർ, ഹൈനാസ് ബാവ, എലൈറ്റ് രവി, CP ഗാലിദ്കുട്ടി, നൌഫൽ ഖത്തർ, ദാമോദരൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അസോസിയേഷന്റെ പുതിയ യൂത്ത് വിംഗ് ഭാരവാഹികളായി TV നിഖിൽ, സമീർ ഇനാം, ഹാദി മുഹമ്മദ് പൂവിൽ എന്നിവരെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.